വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 6-ാം വാക്യം വിധക്കാരൻ്റെ ഉപമയിലൊരു വചനമാണ്. ചിലത് പാറമേൽ വീണു, അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചിലത് പാറമേൽ വീണു, അത് മുളച്ചു വളർന്നെങ്കിലും നനവില്ലാതിരുന്നതുകൊണ്ട് ഉണങ്ങിപ്പോയി. ചില വിത്തുകൾക്ക് ജീവിതത്തിൽ വേരോട്ടം ലഭിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ചില വിത്തുകൾ ഉദ്ദേശിച്ച ഫലങ്ങൾ നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? ചില വിത്തനുഭവങ്ങൾ അതിൻ്റെ കൃപയനുഭവം സമ്മാനിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നനവില്ലാതെ പോയി എന്നതുകൊണ്ടാണ്. കൃപയുടെ നനവില്ലാത്തിടത്ത് സ്നേഹമുള്ളവരെ വേരോട്ടം ലഭിക്കില്ല. ഈ നനവനുഭവം സ്വർഗം പ്രദാനം ചെയ്യുന്നതാണ്. സ്വർഗമാണ് നനയ്ക്കുന്നത്. ഈ കൃപയുടെ നനവില്ലാത്ത ഒരു ജീവിതവും തളിർക്കില്ല, അത് നിലനിൽക്കില്ല, അത് ഫലം തരില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നനവില്ലാതെ പോയിട്ടുണ്ടോ നിൻ്റെ ജീവിതത്തിൽ? ആ നനവ്, കൃപയുടെ നനവ് ജീവിതത്തിലേക്ക് വീഴട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം നനഞ്ഞു കഴിയുമ്പോൾ ആ മണ്ണിന് ഇളക്കമുണ്ടാകും. നനഞ്ഞു കഴിയുമ്പോൾ ആ മണ്ണിന് വേരോട്ടം വളരെ സുഗമമായി വേഗം ലഭിക്കും. കൃപ, സ്വർഗത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൻ്റെ മണ്ണിലേക്ക് വീഴട്ടെ. അങ്ങനെ മണ്ണിന് ഇളക്കം ലഭിക്കട്ടെ. ആ ഇളക്കം ലഭിച്ച നിൻ്റെ ജീവിതത്തിലേക്ക് കൃപ ആവോളം ഇറങ്ങട്ടെ. കൃപ അനുഭവം നിൻ്റെ കുടുംബത്തിനും നിൻ്റെ ജീവിതത്തിനും സ്വന്തമാകുമെന്നത് വിശ്വസിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.